Good morning, my dear students. In this video, I'll be discussing the summary of Shakespeare's well-known play, Macbeth. Macbeth by William Shakespeare. Summary. A nation enjoying contentment, peace and prosperity, ruled by a perfect monarch, kind and majestic, gentle and strong, that was Scotland under the King Duncan. നമ്മുടെ ഈ പ്ലേ ആരംഭിക്കുമ്പോൾ നമ്മുടെ ഈ പ്ലേയുമായി ബന്ധപ്പെട്ട കോണ്ടെക്സ്റ്റുകൾ നമ്മൾ മനസ്സിലാക്കണം. വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദ പ്ലേ. ദ പ്ലേ ടേക്സ് പ്ലേസ് ഇൻ സ്കോട്ട്ലൻഡ്. ഈ പ്ലേ നടക്കുന്നത് സ്കോട്ട്ലൻഡിലാണ്. അപ്പോൾ സ്കോട്ട്ലൻഡ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഡങ്കൻ എന്നു പേരുള്ള രാജാവാണ്. എ നേഷൻ എൻജോയിങ് കണ്ടൻമെൻറ്റ്. ആ രാജ്യം വളരെ സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും ഐശ്വര്യത്തോടു കൂടിയും ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഡങ്കൻ. അയാളൊരു നല്ല ദയയുള്ള, നല്ല പ്രൗഢിയുള്ള, വളരെ ശക്തനായ ഒരു രാജാവായിട്ടാണ് ജനങ്ങളുടെ മുമ്പിൽ അറിയപ്പെട്ടിരുന്നത്. നോക്കുന്നുകൂടി, എ നേഷൻ എൻജോയിങ് കണ്ടൻമെൻറ്റ്, പീസ് ആൻഡ് പ്രോസ്പെരിറ്റി, റൂൾഡ് ബൈ എ പെർഫെക്റ്റ് മൊണാർക്ക്, കൈൻഡ് ആൻഡ് മജസ്റ്റിക്, ജെൻറ്റിൽ ആൻഡ് സ്ട്രോങ്, ദാറ്റ് വാസ് സ്കോട്ട്ലൻഡ് അണ്ടർ ദ കിങ് ഡങ്കൻ. ഡങ്കൻ്റെ കീഴിൽ വളരെ സമാധാനത്തോടും ഐശ്വര്യത്തോടും സന്തോഷത്തോടും കൂടി ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു സ്കോട്ട്ലൻഡ്. ബട്ട് ഹിസ് ഗ്ലോറിയസ് reign came to an inglorious end when he was murdered by none other than his most trusted friend Macbeth, Thane of Cawdor. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു മനോഹരമായ ആ ഒരു ഭരണം അവസാനിക്കുന്നത് അയാളുടെ തന്നെ വളരെ വിശ്വസ്തനായിട്ടുള്ള മാക്ബത്ത് അയാളെ കൊലപ്പെടുത്തുന്നതോടുകൂടിയാണ്. അയാൾ തെയ്ൻ ഓഫ് ഗ്ലാമിസ് ആയിരുന്ന മാക്ബത്ത്. തെയ്ൻ ഓഫ് ഗ്ലാമിസ് എന്ന് പറഞ്ഞാൽ, ഗ്ലാമിസ് എന്ന് പറഞ്ഞ ഒരു പ്രദേശത്തെ സൈന്യാധിപനായിട്ടുള്ള അല്ലെങ്കിൽ നേതൃത്വം ആ ഭാഗം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഡങ്കൻ്റെ കീഴിലുള്ള ഒരു സൈന്യാധിപൻ, അതാണ് മാക്ബത്ത്. ആ വളരെ വിശ്വസ്തനായ മാക്ബത്ത് ഡങ്കനെ കൊല്ലുന്ന അതുമായി ബന്ധപ്പെട്ട പശ്ചാത്തലമാണ് ഈ പ്ലേയുടെ ഇതിവൃത്തം. So we will discuss the plot of this play. As I mentioned, this play takes place in Scotland. The king is Duncan. The name of the king is Duncan, and his most trusted ruler was Macbeth. He was the Thane of Cawdor when the play begins. Okay. A powerful uprising against the king by the joint forces of the Vikings and the Thane of Cawdor was quelled, and the rebels wiped out by the royal army under Macbeth. അപ്പോൾ നമ്മുടെ പ്ലേയുടെ ആ ഒരു കോണ്ടെക്സ്റ്റിലേക്ക് നമ്മൾ കടക്കുകയാണ്. പ്ലേ ആരംഭിക്കുമ്പോൾ ഈ സ്കോട്ട്ലൻഡിനെതിരെ വൈക്കിംഗ് എന്ന് പറഞ്ഞൊരു പ്രദേശത്ത് നിന്ന് അവരും, അതുപോലെ തന്നെ സ്കോട്ട്ലൻഡ് കീഴിലുള്ള കോഡർ എന്ന് പറഞ്ഞ പ്രദേശത്തെ തെയ്ൻ എന്ന് പറഞ്ഞ ഒരു നേതാവ് അവിടെ ഭരിക്കുന്ന ഒരാൾക്ക് പറയുന്ന പേരാണ്. ആ സ്കോട്ട്ലൻഡിൻ്റെ കീഴിലുള്ള കോഡർ എന്ന് പറഞ്ഞ പ്രദേശത്തെ തെയ്നും അതുപോലെ വൈക്കിങ്ങും ഒരു അപ്രൈസിങ് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിനെതിരെയുള്ള നീക്കം, അങ്ങനെ ആ രാജ്യത്തെ സ്കോട്ട്ലൻഡിനെ ആക്രമിക്കുന്നിടത്താണ് നമ്മുടെ പ്ലേ ആരംഭിക്കുന്നത്. അവിടെ നമുക്ക് കാണാൻ കഴിയും, ഈ ഒരു അപ്രൈസിങ് വാസ് ക്വൽഡ്, അത് അമർച്ച ചെയ്യുകയാണ് ബൈ ദ റോയൽ ആർമി അണ്ടർ മാക്ബത്ത്. മാക്ബത്തിൻ്റെ കീഴിലുള്ള രാജാവിൻ്റെ സൈന്യം ഈ ഒരു പോരാട്ടം, ഈ ഒരു രാജ്യത്തിനെതിരെയുള്ള നീക്കത്തെ ചെറുത്ത് തോൽപ്പിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ തെയ്ൻ ഓഫ് കോഡർ എന്ന് പറഞ്ഞാൽ സ്കോട്ട്ലൻഡിൻ്റെ കീഴിൽ ഗ്ലാമിസിനെ പോലെ മാക്ബത്തിനെ പോലെ ഉള്ളൊരു പ്രദേശമാണ്. പക്ഷേ അവർ ഈ ശത്രുക്കൾക്ക് വേണ്ടി സഹായം ചെയ്തു കൊടുത്തിട്ട് സ്കോട്ട്ലൻഡിനെതിരെ ഒരു പടനീക്കം നടത്തുകയാണ്. ആ പടനീക്കത്തെ രാജാവിൻ്റെ കീഴിൽ മാക്ബത്തിൻ്റെ സൈന്യം തോൽപ്പിക്കുകയാണ്. ഓക്കെ. ദ ഹാപ്പി ഗ്രേറ്റ്ഫുൾ കിങ് ഡിസൈഡഡ് ടു കൺഫർ ദ ടൈറ്റിൽ ആൻഡ് ദ ലാൻഡ്സ് ഓഫ് ദി എക്സിക്യൂട്ടഡ് തെയ്ൻ ഓഫ് കോഡർ ഓൺ മാക്ബത്ത് ആൻഡ് സെൻഡ് ഹിസ് മെസ്സഞ്ചർ ടു കൺവേ ദ ഗുഡ് ന്യൂസ് ടു മാക്ബത്ത്. അപ്പോൾ ഇത് അറിഞ്ഞ സന്തോഷവനായ രാജാവ് ഈ തെയ്ൻ ഓഫ് കോഡർ എന്നുള്ള പദവിയും മാക്ബത്തിന് നൽകാൻ തീരുമാനിക്കുകയും ഈ നമ്മുടെ തെയ്ൻ ഓഫ് കോഡർ, അതായത് രാജ്യത്തിനെതിരെ ചതി നടത്തിയ ആ തെയ്ൻ ഓഫ് കോഡറിനെ കൊല്ലാൻ കൽപ്പിക്കുകയും മാക്ബത്തിന് ആ ഒരു സ്ഥാനം കൂടി നൽകുകയും ചെയ്യുകയാണ്. എന്നിട്ട് ഈ ഒരു സന്തോഷ വാർത്ത മാക്ബത്തിനെ അറിയിക്കാൻ വേണ്ടി ഒരു
സന്ദേശവാഹകനെ ഒരു മെസ്സഞ്ചറെ അയക്കുകയും ചെയ്യുകയാണ്. ഓക്കെ. In the meantime, Macbeth, who knew nothing of the honor that awaited him, was his way with Banquo, a Scottish general, to meet the king. പക്ഷേ ഈ ഒരു സമയത്ത് ഇതൊന്നും അറിയാത്ത മാക്ബത്ത് ബാങ്കോയുടെ കൂടെ രാജാവിനെ കാണാൻ വേണ്ടി തിരിച്ചു വരികയാണ്. ആ ഒരു പോരാട്ടം കഴിഞ്ഞ് ഈ ഒരു പുതിയ ഈ യുദ്ധത്തിൻ്റെ സമയത്ത് വാർത്തകൾ കൈമാറാൻ വേണ്ടി മെസ്സഞ്ചേഴ്സിനെ രാജാവ് അയക്കും. പക്ഷേ ഇതൊന്നും നമ്മുടെ മാക്ബത്ത് അറിയുന്നില്ല. എന്താണ് രാജാവിൻ്റെ തീരുമാനം? രാജാവിനോട് ഒരു മെസ്സഞ്ചർ പോയി പറയുന്നുണ്ട് അവിടെ നടക്കുന്ന സംഭവങ്ങൾ, മാക്ബത്ത് നടത്തുന്ന വീര പോരാട്ടങ്ങൾ, ഇതൊക്കെ രാജാവിനെ അറിയിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ രാജാവ് ഇതിൽ സന്തോഷവാനായിട്ട് മാക്ബത്തിന് കോഡറിൻ്റെ കൂടി സ്ഥാനം ഏൽപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇറക്കിയിട്ട് അത് അറിയിക്കാൻ വേണ്ടി ഒരു മെസ്സഞ്ചർ അയക്കുകയാണ്. പക്ഷെ ഇതൊന്നും മാക്ബത്ത് അറിയുന്നില്ല. മാക്ബത്തും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ബാങ്കോ എന്ന് പറഞ്ഞ വേറൊരു സേനാധിപനും അവർ ഈ ഒരു അപ്രൈസിങ്ങിന് അത് അമർച്ച ചെയ്തതിന് ശേഷം തിരിച്ചു വരികയാണ്. സോ ദേ were returning after the battle. Okay. Their way lay across a dismal heath notorious for witches. They reached the heath at midnight and saw the famous weird ആണ്, അവിടെ തെറ്റിപ്പോയതാണ്, VIERD, weird sisters chanting riddles and dancing round a cauldron over hanging a huge fire. It was only a moment ago that one of them had said that they would soon meet Macbeth. അവരുടെ ഈ യാത്രാമധ്യേ അവരൊരു മരുഭൂമിയിൽ എത്തുകയാണ്. അർദ്ധരാത്രിയായി. ആ മരുഭൂമിയിൽ ഈ വിച്ചസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു യക്ഷികൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. യക്ഷികളല്ല, ആ തരത്തിലുള്ള ഒരു കഥാപാത്രങ്ങൾ അല്ലേ, സൂപ്പർ നാച്ചുറൽ ക്യാരക്ടേഴ്സാണ്. ഈ ഭാവിയൊക്കെ പറയുന്ന യക്ഷികൾ എന്ന് വേണമെങ്കിൽ പറയാം. യക്ഷികളും അല്ല, ഒരു തരത്തിൽ ഒരു മനുഷ്യരല്ലാത്തൊരു കഥാപാത്രങ്ങൾ, യക്ഷികൾ എന്ന് വേണമെങ്കിൽ തൽക്കാലം പറയാം. വിച്ചസ് അവർ ആ ഒരു മരുഭൂമിയിലുണ്ടാവും. കുറച്ച് മുമ്പാണ് 3 വിച്ചസാണുള്ളത്. അവർ കുറച്ച് മുമ്പ് മാക്ബത്തിനെ കുറിച്ച് പറഞ്ഞിട്ടേ ഉള്ളൂ. ഓക്കെ. അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ വെച്ച് നമ്മളിപ്പോൾ മാക്ബത്തിനെ കാണാൻ പോവുകയാണ് എന്ന കാര്യം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ. When they saw him, each in turn hailed him as the Thane of Glamis, Thane of Cawdor and King of Scotland, adding that though Macbeth would be king, it was Banquo's heirs who would reign over Scotland in the years to come. They vanished when Macbeth tried to interrogate them. മാക്ബത്തിനെ കണ്ടപ്പോൾ ആ 3 വിച്ചസും ആദ്യത്തെ ഒരാൾ പറഞ്ഞു, ഹെയിൽ മാക്ബത്ത് തെയ്ൻ ഓഫ് ഗ്ലാമിസ്, വെൽക്കം മാക്ബത്ത് തെയ്ൻ ഓഫ് ഗ്ലാമിസ്, ഗ്ലാമിസിലെ തെയ്നായിട്ടുള്ള മാക്ബത്തിന് സ്വാഗതം. അടുത്ത ആൾ തെയ്ൻ ഓഫ് കോഡർ, ഹെയിൽ ടു മാക്ബത്ത് തെയ്ൻ ഓഫ് കോഡർ, തെയ്ൻ ഓഫ് കോഡർ ആയിട്ടുള്ള മാക്ബത്തിന് സ്വാഗതം. മൂന്നാമത്തെ ഹെയിൽ ടു ദ കിങ് ഓഫ് സ്കോട്ട്ലൻഡ്, സ്കോട്ട്ലൻഡിൻ്റെ രാജാവായ മാക്ബത്തിന് സ്വാഗതം. എന്നിട്ട് അത് പറഞ്ഞിട്ട് അവർ പറയും, ആദ്യം പറഞ്ഞു ഗ്ലാമിസിലെ തെയ്നാണെന്ന് ഒരാൾ, രണ്ടാമത്തെ ആൾ കോഡറിലെ തെയ്നാണെന്ന്, മൂന്നാമത്തെ ആൾ പറയുന്നത് സ്കോട്ട്ലൻഡിന് രാജാവാകാൻ പോകുന്ന മാക്ബത്ത്. ഇത് പറയുകയും എന്നിട്ട് പറയും ബാങ്കോയുടെ അനന്തരാവകാശികൾ ഹെയർസ് അവരായിരിക്കും സ്കോട്ട്ലൻഡിനെ പിന്നീട് തുടർന്ന് ഭരിക്കുക. അപ്പോൾ ഇതൊക്കെ പ്രവചനങ്ങളാണ്, പ്രൊഫസീസ്. ഒന്നാമത്തത് മാക്ബത്തിന് അറിയാം, രണ്ടാമത്തതും മൂന്നാമത്തതും Macbeth was unaware of these 2 other prophecies. First one, he is already the Thane of Glamis, but the 2 other things, he is not the Thane of Cawdor and he is not the King of Scotland. But they prophesied that he would become the Thane of Cawdor and King of Scotland. And they also added that Banquo's heirs would reign the Scotland after Macbeth. മാക്ബത്തിന് ശേഷം ബാങ്കോയുടെ അനന്തരാവകാശികൾ സ്കോട്ട്ലൻഡിനെ ഭരിക്കുമെന്ന് പറഞ്ഞ് മാക്ബത്ത് അവരെ ചോദ്യം ചെയ്യുന്നതിന് മുമ്പായിട്ട് അവർ അപ്രത്യക്ഷമായി. ഓക്കെ. മാക്ബത്ത് റിസീവ്ഡ് എ ഹീറോസ് വെൽക്കം. ഓക്കെ, യെസ്. അവിടെ ഒരു കാര്യം കൂടിയുണ്ട്. ഈ പ്രവചനങ്ങൾ കേട്ടപ്പോൾ ആദ്യം നമ്മുടെ മാക്ബത്തിനും ബാങ്കോക്കൊന്നും തോന്നിയിരുന്നില്ല. പക്ഷേ നമുക്ക് പെട്ടെന്ന് തന്നെ മെസ്സഞ്ചേഴ്സ് വരികയും അവർ മാക്ബത്തിനോട് പറയും ഈ തെയ്ൻ ഓഫ് കോഡറായിട്ട് നിങ്ങളെ മാറ്റിയിട്ടുണ്ട്,
So when he heard this news, he was a little bit surprised. Why? Because just now he heard that he would become the Thane of Cawdor. And right now, the king appointed him as the Thane of Cawdor. So Macbeth returns to the kingdom. Macbeth received a hero's welcome when the king formally made him Thane of Cawdor. ഔദ്യോഗികമായി രാജാവ് അദ്ദേഹത്തെ Thane of Cawdor ആയിട്ട് പ്രഖ്യാപിക്കുകയാണ്. But the next proclamation that Malcolm would succeed the king to the throne dashed to all Macbeth's dream and hopes. പക്ഷേ രണ്ടാമത്തെ പ്രഖ്യാപനം അതെന്തായിരുന്നു? രാജാവിൻ്റെ മകനായിട്ടുള്ള മാൽക്കമിന് അടുത്ത അനന്തരാവകാശിയായി രാജാവ് പ്രഖ്യാപിക്കും. ഇത് മാക്ബത്തിൻ്റെ എല്ലാ സ്വപ്നങ്ങളെയും തകിടം മറിക്കും. മാക്ബത്ത് എന്താണ് വിചാരിച്ചത്? ഒന്നാമത്തെ പ്രവചനം സത്യമായി പുലർന്നു. എന്താണത്? അയാൾ Thane of Cawdor ആയി. പക്ഷെ മൂന്നാമത് ഉള്ള പ്രവചനം സ്കോട്ട്ലൻഡിൻ്റെ രാജാവാകുന്നുള്ളതാണ്. പക്ഷേ രാജാവ് ഇവിടെ മകനെ അനന്തരാവകാശിയായി പ്രഖ്യാപിച്ചു. He found no way out for the fulfillment of the prophecy but the death of Malcolm. മാൽക്കമിൻ്റെ മരണത്തോടു കൂടിയല്ലാതെ ഇയാൾ രാജാവാകില്ല എന്ന് അയാൾക്ക് ബോധ്യമായി. മനസ്സിലായില്ലേ? Macbeth had already told his wife about the prophecy. Lady Macbeth, more unscrupulous and power crazy than her husband, thought of many evil plans for the fulfillment of the prophecy. അപ്പോൾ ലേഡി മാക്ബത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ്, അതായത് ഭാര്യയുടെ അടുത്തേക്ക് മാക്ബത്ത് പോവുകയാണ്. അതിനു മുമ്പേ മെസ്സഞ്ചറിനെയൊക്കെ അയച്ചിട്ട് അതിനു മുമ്പേ നമ്മുടെ മാക്ബത്ത് ഈ പ്രവചനങ്ങളെക്കുറിച്ച് മെസ്സഞ്ചർ അയച്ചിട്ടല്ല, മാക്ബത്ത് നേരിട്ട് വീട്ടിലേക്ക് പോയിട്ട് ഭാര്യയോട് ഈ പ്രവചനങ്ങളെക്കുറിച്ച് പറയുകയാണ്. ഓക്കെ, അപ്പോൾ പ്രവചനങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഭാര്യയോട് പറയുകയാണ്. പക്ഷേ മാക്ബത്തിനേക്കാൾ കൂടുതൽ അധികാരത്തോട് ഭ്രമമുള്ള ഒരു സ്ത്രീയായിരുന്നു അയാളുടെ ഭാര്യ. അപ്പോൾ അവർ ഈ എങ്ങനെ രാജാവാകുന്നതിനെക്കുറിച്ച് ഒരുപാട് ഈ പ്ലാൻസ് ഇങ്ങനെ മനസ്സിലിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. They got the opportunity when the king announced his decision to spend a night in Macbeth castle. അപ്പോൾ അവർക്ക് അതിനുള്ളൊരു അസുലഭ അവസരം ലഭിച്ചു. എങ്ങനെ? മാക്ബത്തിൻ്റെ വീട്ടിൽ ഒരു രാത്രി താമസിക്കാൻ വേണ്ടി രാജാവ് തീരുമാനിക്കുകയാണ്. മനസ്സിലായില്ലേ? ഓക്കെ. Macbeth was delighted, for it was highest honor that a monarch could bestow on a subject. The king's visit was celebrated with a banquet attended by the elite of Scotland. When the feast ended, the king was conducted to the royal chamber. അപ്പോൾ ഒരു പ്രജയെ സംബന്ധിച്ചിടത്തോളം, ഒരു സബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം രാജാവ് സ്വന്തം വീട്ടിൽ വന്ന് താമസിക്കുക എന്നുള്ള വലിയൊരു അംഗീകാരമാണ്. അപ്പം മാക്ബത്തിന് വളരെ സന്തോഷമായി. അയാളൊരു നല്ലൊരു സൽക്കാരം ഒരുക്കി ആ സ്കോട്ട്ലൻഡിലെ പ്രമാണിമാരെയൊക്കെ ക്ഷണിച്ചു എലീറ്റ് ഓഫ് ദി സ്കോട്ട്ലൻഡ്. ആ സൽക്കാരത്തിന് ശേഷം രാജാവിനെ അദ്ദേഹത്തിൻ്റെ ചേംബറിലേക്ക് പറഞ്ഞയച്ചു ഉറങ്ങാൻ വേണ്ടി. ഓക്കെ. Lady Macbeth told her husband that this was the moment for the fulfillment of the prophecy. Macbeth refused to act. However, when he was instigated by Lady Macbeth, he finally decided to kill Duncan. He stole into royal chamber and killed the king. Lady Macbeth took the royal blood and smeared the hands and clothes of the two grooms sleeping in the same chamber. രാജാവ് ഉറങ്ങാൻ കിടന്നപ്പോൾ ഭാര്യ നമ്മുടെ മാക്ബത്തിനോട് പറയുകയാണ്, ഇതാണ് ഏറ്റവും നല്ല അവസരം, നിങ്ങളിപ്പം തന്നെ രാജാവിനെ കൊല്ലണം. അയാൾ ആദ്യം അതിന് സമ്മതിക്കില്ല, പക്ഷേ അയാളൊരു ഭീരുവാണ് എന്നൊക്കെ പറഞ്ഞ്, അതുപോലെ നിങ്ങളൊരു അവസരം കളഞ്ഞു വിളിച്ചാൽ വിധി പോലും നിങ്ങളോട് പൊറുക്കില്ല, കാരണം ഇത്രയും നല്ല അവസരം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് നിങ്ങളത് ചെയ്യുന്നില്ല, നിങ്ങളൊരു ഭീരുവാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് അവസാനം മാക്ബത്ത് അതിന് തയ്യാറാവുകയാണ്. അങ്ങനെ വളരെ രഹസ്യമായിട്ട് മാക്ബത്ത് രാജാവ് കിടക്കുന്ന മുറിയിലേക്ക് കടക്കുകയും രാജാവിനെ കുത്തിക്കൊല്ലുകയും ചെയ്യണം. എന്നിട്ട് ആ രക്തം ലേഡി മാക്ബത്ത് എന്ത് ചെയ്യും? അതിൻ്റെ കാവൽക്കാർ, രണ്ടുപേര് കാവൽക്കാർ പുറത്തുറങ്ങുന്നുണ്ടാവും. അവരുടെ ഷർട്ടിലും അവരുടെ ക്ലോത്ത്സിലും അവരുടെ കയ്യിലൊക്കെ ആ രക്തം പുരട്ടും. മനസ്സിലായോ? അപ്പോൾ അവർ കൊന്നുവെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ് ആ രീതിയിൽ ആ ഉറങ്ങിക്കിടക്കുന്ന കാവൽക്കാരുടെ ശരീരത്തിലും അവരുടെ വസ്ത്രത്തിലും അവരുടെ ആയുധങ്ങളിലെല്ലാം രക്തം പുരട്ടുന്നത്. അത് ചെയ്യുന്നത് ലേഡി മാക്ബത്താണ്. ഓക്കെ. The next morning, when the news of the king's murder spread through the castle, his sons fled. Malcolm to England and Donaldbain to Ireland. Macbeth promptly put to death the two innocent grooms, but there was a man who suspected Macbeth rightly.
അതായത് പിറ്റേ ദിവസം രാജാവിൻ്റെ കൊലപാതകത്തെക്കുറിച്ച് വാർത്ത പരന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കൾ പെട്ടെന്ന് രാജ്യം വിട്ടു. മാൽക്കവും ഡൊണാൾഡ്ബെയിനും. മാക്ബത്ത് ആണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ 2 കാവൽക്കാരെയും കൊന്നു കളഞ്ഞു. മനസ്സിലായില്ലേ? അപ്പോൾ ഈ മൊത്തം സംശയങ്ങൾ ജനങ്ങളിലേക്ക് ഉണ്ടാവുകയാണ്. ഈ ആൾക്കാരോട് പറഞ്ഞത് കാവൽക്കാർ കൊന്നു, രാജാവിൻ്റെ മക്കളും നാട് വിട്ടിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഒരു ദുരൂഹതയാണ്. പക്ഷേ ഇതൊക്കെ മാക്ബത്തിൻ്റെ ഒരു നീക്കങ്ങളെ സംശയിച്ച ഒരാൾ കൂടി ഉണ്ടായിരുന്നു അവിടെ. അത് it was Macduff, a close friend of the king and who knew of Macbeth's soaring ambition. അത് മാക്ഡഫ് എന്ന് പറഞ്ഞ ഒരാളായിരുന്നു, രാജാവിന് അടുത്തൊരു സ്നേഹിതനും ഈ മാക്ബത്തിൻ്റെ ഈ ആഗ്രഹങ്ങളെക്കുറിച്ച് അറിയുന്ന ഒരാളും ആയിരുന്നു. His suspicion was justified when Macbeth proclaimed king. മാക്ബത്ത് രാജാവായി സ്വയം അവരോധിച്ചപ്പോൾ അവിടെ ജസ്റ്റിഫൈഡിന് ഡി വേണം. മാക്ബത്ത് പ്രൊക്ലൈം ചെയ്തപ്പോൾ he too fled the country to join Malcolm in England. അയാളും മാൽക്കമിൻ്റെ കൂടെ മകൻ്റെ കൂടെ എത്താൻ വേണ്ടി അവിടെ നാട് വിട്ടു. രാജാവിന് 2 മക്കളാണ്, മാൽക്കം ആൻഡ് ഡൊണാൾഡ്ബെയിൻ. മനസ്സിലായില്ലേ? മാക്ഡഫ് എന്ന് പറയുന്നത് രാജാവിനെ സ്നേഹിക്കുന്ന ഇതുപോലുള്ളൊരു സൈന്യാധിപനാണ്. അയാൾക്ക് മാക്ബത്തിൻ്റെ നീക്കങ്ങളിൽ സംശയമുണ്ടായിരുന്നു. മാക്ബത്ത് സ്വയം രാജാവായി പ്രഖ്യാപിക്കുക കൂടി ചെയ്തപ്പോൾ അയാളും നാട് വിട്ടു, ഇംഗ്ലണ്ടിലേക്ക് നാട് കടന്നു, രക്ഷപ്പെട്ടു. ഓക്കെ. King Macbeth's golden crown turned into a crown of thorns, and his golden dreams soon became nightmares. He was constantly reminded of the prophecy that Banquo's heirs would reign over Scotland. Murder of Banquo was the only solution. രാജാവായതിനു ശേഷം മാക്ബത്തിൻ്റെ ഈ രാജകീയ സ്വപ്നങ്ങളെ ദുസ്വപ്നങ്ങളായി മാറാൻ തുടങ്ങി. കാരണം എന്താണ്? അയാളുടെ മനസ്സിൽ ഒരു പ്രവചനം കൂടി ഉണ്ടായിരുന്നു. അതെന്തായിരുന്നു? ബാങ്കോയുടെ അനന്തരാവകാശികളാണ് സ്കോട്ട്ലൻഡ് ഭരിക്കുക എന്നുള്ളത്. അത് ഇയാളെ അസ്വസ്ഥമാക്കിക്കൊണ്ടേയിരുന്നു. അപ്പോൾ അതിനുള്ള ഏക പ്രതിവിധി എന്ന് പറയുന്നത് ബാങ്കുവെ കൊല്ലുക എന്നുള്ളത് മാത്രമാണെന്ന് അയാൾ തീർച്ചപ്പെടുത്തി. ഓക്കെ. ദ റോയൽ കപ്പിൾ ഹോസ്റ്റഡ് എ ബാങ്ക്വറ്റ് ടു ദ നോബിൾ തെയ്ൻസ് ഓഫ് സ്കോട്ട്ലൻഡ്. അപ്പോൾ പുതിയ രാജദമ്പതികൾ, അതായത് മാക്ബത്തും ലേഡി മാക്ബത്തും അവിടെയുള്ള തെയ്ൻസിന്, ഞാൻ പറഞ്ഞില്ല, മറ്റു പ്രവിശ്യകളിലുള്ള ഭരണാധികാരികൾക്ക് ഒരു വിരുന്നൊരുക്കുകയാണ്. The murderers appointed by Macbeth attacked Banquo and his son while they were on their way to the palace. അപ്പോൾ മാക്ബത്തും അയാളുടെ മകനും കൊട്ടാരത്തിലേക്ക് വരുന്ന വഴി മാക്ബത്ത് ഏൽപ്പിച്ചിട്ടുള്ള കൊലയാളികൾ അവരെ ആക്രമിക്കുകയാണ്. ഫ്ലിയാൻസ്, ബാങ്കോസ് സൺ, എസ്കേപ്ഡ്. അപ്പോൾ അതിൽ ബാങ്കോയുടെ സണ്ണായിട്ടുള്ള ഫ്ലിയാൻസ് രക്ഷപ്പെട്ടു, ബാങ്കോയെ കൊലപ്പെടുത്തി. ഡ്യൂറിങ് ദ ഫീസ്റ്റ് മാക്ബത്ത് ഫീൽഡ് ആംഗ്വിഷ് അറ്റ് ബാങ്കോസ് ആബ്സെൻസ്. അപ്പോൾ സൽക്കാരം ആരംഭിച്ചപ്പോൾ ബാങ്കോയുടെ അസാന്നിധ്യത്തിൽ മാക്ബത്ത് ദുഃഖം രേഖപ്പെടുത്തി, വളരെ അസ്വസ്ഥനായി സങ്കടപ്പെട്ടൊക്കെ കണ്ടു. സഡൻ ഹി ലുക്ക്ഡ് ടുവേർഡ്സ് ഹിസ് സീറ്റ് ആൻഡ് ഫൗണ്ട് ഇറ്റ് ഒക്യുപ്പൈഡ് ബൈ ബാങ്കോ. പെട്ടെന്ന് ബാങ്കോയുടെ സീറ്റിലേക്ക് നോക്കുമ്പോൾ അവിടെ ബാങ്കോ ഇരിക്കുന്നതായിട്ട് കാണുന്നു. ഹി റിയലൈസ്ഡ് ദാറ്റ് ഇറ്റ് വാസ് ബാങ്കോസ് ഗോസ്റ്റ് ബിക്കോസ് അതേഴ്സ് കുഡ് നോട്ട് സീ ദ അപ്പാരിഷൻ. പക്ഷേ അയാൾക്ക് മനസ്സിലായി അത് ബാങ്കോ അല്ല, ബാങ്കോയുടെ പ്രേതമാണ്. കാരണം മറ്റുള്ള ആളുകൾക്കാർക്കും കാണുന്നില്ല. ഹി വാസ് സ്ട്രക്ക് വിത്ത് ഫിയർ. അയാൾക്ക് ആകെ ബേജാറാവാൻ തുടങ്ങി, പേടിയാവാൻ തുടങ്ങി. ഹി ഓൾമോസ്റ്റ് ബിട്രേഡ് ഹിംസെൽഫ് ബിഫോർ ഹി വാസ് ലെഡ് അവേ ബൈ ദ ക്വീൻ. അപ്പോൾ പെട്ടെന്ന് എന്തൊക്കെ പിച്ചുമേയും പറയാൻ തുടങ്ങി. രഹസ്യങ്ങളൊക്കെ പുറത്താവും തോന്നിയപ്പോൾ പെട്ടെന്ന് രാജ്ഞി എന്ത് ചെയ്തു? ഈ രാജാവിനെയും കൂട്ടി പോയി. ഷീ ടേൺഡ് അപ്പ് ലേറ്റർ ടു അനൗൺസ് ദാറ്റ് ദ കിങ് ഹാഡ് ടേക്കൺ ഇൽ ആൻഡ് ദേ ഷുഡ് ഡിസ്പേഴ്സ്. കുറച്ച് കഴിഞ്ഞ് ലേഡി മാക്ബത്ത് വന്നിട്ട് എല്ലാവരോടും പറയും, രാജാവിന് സുഖമില്ല, അതുകൊണ്ട് നിങ്ങളെല്ലാവരും പിരിഞ്ഞു പോകണം, ഈ ബാങ്ക്വറ്റ് അവസാനിപ്പിക്കുകയാണ്. ഓക്കെ. The expected peace of mind never returned. Macbeth was still haunted by Banquo's ghost and the fear that Fleance would return to avenge his father's death. He decided to seek the help of the witches and visited them on a dreary heath. പിന്നെ ഒരിക്കലും മാക്ബത്തിന് സമാധാനം തിരിച്ചു വന്നിട്ടില്ല. ഏത് സമയത്ത് അയാളുടെ ചിന്ത ബാങ്കുവിൻ്റെ മകനായ ഫ്ലിയാൻസ് തിരിച്ചു വന്ന് അച്ഛൻ്റെ കൊലപാതകത്തിന് പ്രതികാരം ചെയ്യുമെന്നുള്ളതാണ്. അവസാനം അസ്വസ്ഥമായത് മനസ്സുമായി അയാൾ വീണ്ടും വിച്ചസിനെ കാണാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അത് ഒരു അർദ്ധരാത്രി മരുഭൂമിയിലേക്ക് പോവുകയാണ്. അവിടെ വെച്ച് വീണ്ടും വിച്ചസിനെ കാണുകയാണ്. They assured him that no man born of woman could slay him and never Birnam woods had marched Dunsinane castle. അവരവിടെ നിന്ന് ഉറപ്പ് കൊടുക്കുകയാണ്,
ഒരിക്കലും ഒരു മനുഷ്യൻ, സാധാരണ ഒരു സ്ത്രീയിൽ ജനിച്ചൊരു മനുഷ്യനും അതുപോലെ ബേർണൻ കാടുകൾ ഡൺസൺ കാസിലേക്ക്, അത് മാക്ബത്തിൻ്റെ കൊട്ടാരം, അവിടേക്ക് മാർച്ച് ചെയ്യുന്നത് വരെ ഒരിക്കലും മാക്ബത്തിനായിരിക്കും കൊല്ലാൻ കഴിയില്ല എന്ന് പറയും. എന്താണ് രണ്ട് പ്രവചനങ്ങൾ? ഒന്ന്, സാധാരണ ഒരു സ്ത്രീക്ക് ജനിച്ച ഒരാൾക്കും, അതുപോലെ ബേർണം വുഡ്സ്, ബേർണം കാടുകൾ ഡൺസൺ കാസിലേക്ക് മാർച്ച് ചെയ്യുന്നത് വരെ ഒരിക്കലും മാക്ബത്തിന് ആർക്കും കൊല്ലാൻ കഴിയില്ല എന്നവർ വീണ്ടും പ്രവചനങ്ങൾ നടത്തുകയാണ്. ഓക്കെ, ബട്ട് ദേ വാണ്ട് ഹിം അഗെയിൻസ്റ്റ് മാക്ഡഫ്. പക്ഷെ അവർ മാക്ഡഫിനെ കുറിച്ച് മാക്ബത്തിനെ വാൺ ചെയ്യുന്നുണ്ട്, അയാളെ സൂക്ഷിക്കണം എന്ന് പറയുന്നുണ്ട്. ദേ വാനിഷ്ഡ് ബിഫോർ മാക്ബത്ത് ഹാഡ് ക്വസ്റ്റ്യൻ ദം അബൌട്ട് ബാങ്കോസ് ഹെയർസ്. ബാങ്കോയുടെ അനന്തരാവകാശികളെക്കുറിച്ച് ചോദിക്കുന്നതിന് മുമ്പായി വീണ്ടും ഈ വിച്ചസ് അപ്രത്യക്ഷമാവുകയാണ്. ഓക്കെ, മാക്ബത്ത് റിട്ടേൺ ഹോം വിത്ത് റിന്യൂഡ് കറേജ് ആൻഡ് സ്ട്രെങ്ത്. മാക്ബത്ത് പിന്നീട് കൊട്ടാരത്തിലേക്ക് തിരിച്ചെത്തുന്നത് വർദ്ധിത ധൈര്യത്തോടു കൂടിയും ശക്തിയോടു കൂടിയാണ്. കാരണം ഒരാൾക്കും ഈ കൊല്ലാൻ കഴിയില്ല എന്നുള്ള രീതിയിലാണ് പ്രവചനങ്ങൾ വന്നത്. ഒരു മനുഷ്യ സ്ത്രീക്ക് പിറന്ന ഒരാൾക്കും കൊല്ലാൻ കഴിയില്ല, സാധാരണ രീതിയിൽ പിറന്ന ഒരാൾക്കും കൊല്ലാൻ കഴിയില്ല എന്നതാണ് വിച്ചസ് പറഞ്ഞത്. ഇത് കേട്ടപ്പോൾ അയാൾക്ക് വല്ലാത്തൊരു ആത്മവിശ്വാസം കൂടി. അപ്പോഴാണ് ഹി ഹേർഡ് ദി ന്യൂസ് ദാറ്റ് മാക്ഡഫ് ഹാഡ് മൊബിലൈസ്ഡ് എ ഹ്യൂജ് ആർമി ഇൻ ഇംഗ്ലണ്ട് ആൻഡ് ഇറ്റ് വുഡ് മാർച്ച് ടു സ്കോട്ട്ലൻഡ് അണ്ടർ മാൽക്കം. അപ്പോഴാണ് ഒരു വാർത്ത കേൾക്കുന്നത്, മാക്ഡഫ് ഇംഗ്ലണ്ടിൽ ഒരു വലിയ സൈന്യത്തെ സംഘടിപ്പിച്ചിട്ട് മാൽക്കമിൻ്റെ നേതൃത്വത്തിൽ സ്കോട്ട്ലൻഡിലേക്ക് മാർച്ച് ചെയ്യുന്നുണ്ട്. മാക്ബത്ത് മെയ്ഡ് അനദർ ഫോൾസ് മൂവ്. ഹി കിൽഡ് മാക്ഡഫ്സ് വൈഫ് ആൻഡ് ചിൽഡ്രൻ. അതിനിടയിൽ മാക്ബത്ത് ഒരു കാര്യം കൂടി ചെയ്തു. മാക്ഡഫിൻ്റെ ഭാര്യയെയും മക്കളെയും അയാൾ പോയിട്ട് ആൾക്കാരെ അയച്ച് കൊല്ലുന്നുണ്ട്. ശരിക്ക് ഇത് കേട്ടാൽ മാക്ഡഫ് പിന്തിരിയുമെന്ന് വിചാരിച്ചിട്ടാണ് ആ ഒരു കൊലപാതകം നടത്തുന്നത്. പക്ഷേ ഇത് കേട്ടപ്പോൾ മാക്ഡഫിന് കൂടുതൽ ദേഷ്യം വരികയാണ് ചെയ്തത്. ഭാര്യയും നിരപരാധികളായ മക്കളെയും മാക്ബത്തിൻ്റെ സൈന്യം പോയിട്ട് കൊല്ലും. മനസ്സിലായില്ലേ? മീൻ വൈൽ ഹർ സോൾ ടോർച്ചേർഡ് ബൈ ഹർ ക്രൈം ടേൺഡ് എ മെൻ്റൽ റെക്ക്. അതിനിടയിൽ നമ്മുടെ ലേഡി മാക്ബത്ത് അവരുടെ ഈ തിന്മകൾ, അവർ ചെയ്ത ഈ കൊലപാതകങ്ങളുടെ സഹായങ്ങളും മറ്റുമൊക്കെ ആയിട്ട് അവരുടെ മനസ്സാകെ അസ്വസ്ഥമായി തുടങ്ങി. അവരൊരു മാനസിക രോഗിയെപ്പോലെ പെരുമാറാൻ തുടങ്ങി. ഷീ ബിക്കെയിം എ വിക്ടിം ഓഫ് somnambulism. somnambulism എന്ന് പറഞ്ഞാൽ സ്ലീപ്പ് വാക്കിംഗ്, രാത്രി എഴുന്നേറ്റ് നടക്കുന്ന അസുഖം തുടങ്ങിയവർക്ക്. അവസാനം ഷീ സൂൺ സ്ലിപ്ഡ് ഇൻ ടു ഇൻസാനിറ്റി ആൻഡ് കിൽഡ് ഹെർസെൽഫ് ഓൺ ദ ഡേ മാൽക്കം അറ്റാക്ട് മാക്ബത്ത്സ് കാസിൽ. മാക്ബത്തിൻ്റെ കൊട്ടാരം ആക്രമിക്കുന്ന ആ ദിവസം ഇവർ ആത്മഹത്യ ചെയ്യും. ഇവരാകെ ഭ്രാന്തിയായി മാറുകയും ആത്മഹത്യ ചെയ്യുകയും ചെയ്യും, ലേഡി മാക്ബത്ത്. അപ്പോൾ മാക്ബത്തിൻ്റെ വലിയൊരു ആശ്രയമായിരുന്നു. അവർ ഭ്രാന്തിയായി അവർ സ്വയം മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു, ആത്മഹത്യ ചെയ്തു. അവിടെ നല്ല പ്രശസ്തമായ വരികളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മളുടെ ചാപ്റ്റർ നമുക്ക് 4 സീനേ ഉള്ളൂ പഠിക്കാനുള്ളത്. But if you are interested, you can read that. There is a beautiful line. The whole perfumes of Arabia cannot sweeten my little hand. എന്നൊക്കെ പറഞ്ഞ് നല്ല നല്ല വരികളൊക്കെ ഉണ്ട്. അറേബ്യയിലെ മുഴുവൻ സുഗന്ധങ്ങളും എൻ്റെ കൈയുടെ രക്തക്കറ മാറ്റാൻ കഴിയുന്നില്ല എന്നുള്ള രീതിയിലൊക്കെയുള്ള നല്ല നല്ല ലൈൻസൊക്കെ ഉണ്ട്. എനിവേ, ഷീ കമ്മിറ്റഡ് സൂയിസൈഡ്. ആസ് മാൽക്കംസ് ആർമി ക്രോസ്ഡ് ബേർണം വുഡ്സ്, every soldier was ordered to cut a branch from a tree and carry it before him to camouflage the enemy. അപ്പോൾ ഇംഗ്ലണ്ടിലെത്താനായപ്പോൾ മാൽക്കം പട്ടാളക്കാർക്ക് നിർദ്ദേശം കൊടുക്കും, എല്ലാവരും ബേർണം വുഡ്സ്, ആ കാട്ടിൽ നിന്നൊരു മരത്തിൻ്റെ ഒരു ശിഖരം വെട്ടിയിട്ട് ബ്രാഞ്ച് കട്ട് ചെയ്തിട്ട് അവരുടെ മുമ്പിൽ മറക്കണം. അതായത് ശത്രുക്കൾക്ക് തിരിയാത്ത രീതിയിൽ ഒരു മരം ഇങ്ങനെ മൂവ് ചെയ്യുന്നത് പോലെ തോന്നും, ഒരു കാട് ഇങ്ങനെ നീങ്ങുന്നതായിട്ടേ തോന്നും. കാരണം എല്ലാവരും സോൾജേഴ്സ് മുഴുവൻ ആ മരത്തിൽ നിന്ന് കൊമ്പ് വെട്ടിയിട്ട് മുമ്പിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ ആർക്കും പെട്ടെന്ന് തോന്നൂല ഒരു സൈന്യമാണ് മാർച്ച് ചെയ്യുന്നത്. പെട്ടെന്ന് കാണുമ്പോൾ എന്താണ്, കാട് നീങ്ങി വരുന്നത് പോലെ തോന്നുക. ഓർ റിമെമ്പർ, ദിസ് വാസ് വൺ ഓഫ് ദി പ്രൊഫസീസ് ദാറ്റ് ദ വിച്ചസ് മെയ്ഡ്. ബേർണം വുഡ്സ് മാർച്ച് ഡൺസൈൻ കാസിൽ. മനസ്സിലായില്ലേ? കൊട്ടാരത്തിലേക്ക് കാട് നീങ്ങി വരുന്നത് പോലെ. ഓക്കെ. Macbeth was told one of his soldiers that Birnam Woods was marching up to Dunsinane Castle. അപ്പോൾ യുദ്ധത്തിൽ തയ്യാറെടുത്ത് നിൽക്കുന്ന മാക്ബത്തിനോട് പറയും, ഒരു സോൾജർ വന്ന് പറയും, ബേർണം വുഡ്സ്
കൊട്ടാരത്തിലേക്ക് മാർച്ച് ചെയ്യുകയാണ്. മനസ്സിലായില്ല? ഇത് തന്നെയാണ് പ്രൊഫസി. The impossible took place, but he was unmoved with the belief that no man born of woman could slay him. ഒരിക്കലും സംഭവിക്കുന്നില്ല എന്ന് വിചാരിച്ചൊരു കാര്യം നടക്കുകയാണ്. എന്താണ്, ബേർണം വുഡ്സ് ഡൺസൈൻ കാസിലേക്ക് മൂവ് ചെയ്യാണ്. പക്ഷെ എന്നാലും മാക്ബത്ത് വളരെ കോൺഫിഡൻസ് നിലനിർത്തുകയാണ്. കാരണം ഒരു സ്ത്രീക്ക് ജനിച്ച ഒരാൾക്കും കൊല്ലാൻ കഴിയില്ല എന്നാണല്ലോ പ്രൊഫസി. ഓക്കെ. ഹി ഫേസ്ഡ് മാക്ഡഫ് ഇൻ എ ഡ്യുവൽ. ഒരു ദ്വന്ദ്വയുദ്ധത്തിന് മാക്ഡഫിനെ വെല്ലുവിളിക്കുകയാണ്. ഹി ഫോട്ട് ബ്രേവ്ലി taunting Macduff on the grounds of the prophecy until Macduff told him that he was ripped off his mother's womb. അപ്പോൾ മാക്ഡഫിനെ യുദ്ധത്തിന് വെല്ലുവിളിക്കും. എന്നിട്ട് അത് യുദ്ധത്തിൻ്റെ ഇടയിൽ മാക്ബത്ത് പറയാണ്, ഒരാൾക്ക് എന്നെ കൊല്ലാൻ കഴിയില്ല, ഞാൻ അങ്ങനെ ആ പ്രൊഫസിയെക്കുറിച്ച് പറയും. അപ്പോൾ മാക്ഡഫ് പറയും, ഞാൻ സാധാരണ രീതിയിൽ പ്രസവിക്കപ്പെട്ട ഒരാളല്ല, ഐ ആം റിപ്ഡ് ഓഫ് മൈ മദേഴ്സ് വോം. അതായത് നമ്മളിപ്പോഴത്തെ പറയുന്ന ഓപ്പറേഷൻ, ആ ഓപ്പറേഷൻ രീതിയിലാണ് മാക്ഡഫ് ജനിച്ചത്, സാധാരണ ഒരു പ്രസവമല്ല. ഇത് കേട്ടപ്പോൾ മാക്ബത്ത് ബിക്കെയിം ഗ്ലൂമി. കാരണം ഇത് വിച്ചസ് പറഞ്ഞത് വിശ്വസിക്കുകയാണ് അതിൻ്റെ ആ ഒരു അർത്ഥത്തിൽ തന്നെ. പക്ഷേ വിച്ചസ് പറഞ്ഞത് സാധാരണ ഒരു സ്ത്രീക്ക് ജനിച്ച ഒരാൾ മരിക്കില്ല, ഒരാൾ കൊല്ലാൻ കഴിയില്ല, ഇത് സാധാരണ ജനനമല്ല മാക്ഡഫിൻ്റെ. അപ്പോൾ ഇത് കേട്ടപ്പോൾ ആകെ ഇയാൾ നിരാശനാണ്. സോ ഹി ഈസിലി ഫെൽ എ വിക്ടിം ഓഫ് മാക്ഡംസ് സോഡ്. മാക്ഡഫ് ആ ദ്വന്ദ്വയുദ്ധത്തിൽ മാക്ബത്തിനെ കൊലപ്പെടുത്തുകയാണ്. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റോറി. മാക്ബത്ത് ഇസ് ദ ട്രാജഡി ഓഫ് ദി എക്സ്പ്ലോയിറ്റേഷൻ ബൈ ഈവിൾ ഫോഴ്സസ് ഓഫ് എ സിംഗിൾ വൈസ് ഇൻ ആൻ അതർവൈസ് വെർച്വസ് മാൻ, ട്രാൻസ്ഫോമിങ് ഹിം ഇൻ ടു എ റൂത്ത്ലെസ് മർഡർ. വളരെ പ്ലേ തുടങ്ങുമ്പോൾ വളരെ അധികം സ്നേഹിക്കപ്പെട്ട ഒരു യോദ്ധാവ് ഒരേ ഒരു തിന്മയുടെ പേരിൽ നശിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് അയാളുടെ ഒരു ആഗ്രഹം, ഒരു രാജാവാകും, അങ്ങനെയൊക്കെയുള്ള ഒരാളുടെ ആഗ്രഹത്തിൻ്റെ പേരിൽ അയാളുടെ നാശം സംഭവിക്കുന്നതെന്ന് നമ്മൾ ഈ പ്ലേയിൽ കാണുന്നത്. മാക്ബത്ത് ദ തെയ്ൻ ഓഫ് ഗ്ലാമിസ്, കോൾഡ് ദ നോബ്ലസ്റ്റ്, ബ്രേവസ്റ്റ്, മോസ്റ്റ് ട്രസ്റ്റ്വർത്തി ആൻഡ് മച്ച് ബിലവ്ഡ് സബ്ജക്റ്റ് ഓഫ് ദ കിങ് ഈസ് ഫൊഗോട്ടൺ. മനസ്സിലായില്ലേ? രാജാവിൻ്റെ ഏറ്റവും വിശ്വസ്തനായ, വളരെ പ്രശസ്തനായ ഒരു വിശ്വസ്തനും ധീരനുമായ ആ തെയ്ൻ ഓഫ് ഗ്ലാമിസ് ഇതിന് പകരം King Macbeth has gone in history as the bloodiest ruler that ever reigned over Scotland. സ്കോട്ട്ലൻഡ് ഭരിച്ച വളരെ ക്രൂരനായ ഒരു രാജാവായിട്ടാണ് ചരിത്രത്തിൽ മാക്ബത്തിനെ രേഖപ്പെടുത്തുന്നത് ഈ ഒരു പ്ലേയിൽ. മനസ്സിലായില്ലേ? അപ്പോൾ ആ രീതിയിൽ ആണ് നമ്മുടെ ഈ ഒരു പ്ലേ. ഇതിൻ്റെ ഒരു സമ്മറിയാണ് ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ഐ ഹോപ്പ് യു വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ എക്സ്പ്ലനേഷൻസ് ആർ മെയ്ഡ് ഇൻ മലയാളം, so you can easily follow that. If you have any doubts, you can ask me. That is it. We have 4 scenes from the first act to study in detail. That is it for the day. നിങ്ങൾ ഈ ക്ലാസ് കഴിഞ്ഞാൽ ഈ നോട്ട് എഴുതിയെടുക്കണം. അതിൽ കുറച്ച് സ്ലൈഡിൽ അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ കറക്ഷൻ ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. Anyway, thank you very much. Now all of you should watch this and write it down in your notebook and submit it before 5 o'clock today. That is it for the day. Thank you very much.